ആൾക്കാർ ഇപ്പൊ പറയണത് ഇത് നിയമവിരുദ്ധമായിട്ട് ചെയ്ത പരിപാടിയാണ് എന്നൊക്കെ പുതുതായിട്ട് വരുന്നതാണ് വീഡിയോസ്. ഒരു സംഗതി നിയമവിരുദ്ധം തന്നെയാണ്. കാരണം ഇവിടെ നമ്മളെ കേരളത്തില് നടക്കൂല, കേസില്ല അവിടെ അല്ലേ. ഈ ഒരു കേസ് ഉണ്ടാവും. ഒന്നുതാ പാണ്ടിക്കാട് കുഞ്ഞോനാണ്, പാണ്ടിക്കാട് കുഞ്ഞോന്. രണ്ടാമത്തെ വീഡിയോ ഇതാ, ഇതും അവനാണ്, പാണ്ടിക്കാട് കുഞ്ഞോന്റെ. എന്താ ചർച്ച അറിയോ? എവിടെ നോക്കിയാലും കുഞ്ഞാന്റെ ചർച്ചയാണ്. കുഞ്ഞാനൊരു നറുക്കെടുത്ത് നോക്കുമ്പോൾ അതുകൊണ്ടില്ലാത്ത മുസീബത്തില്ല. ഓനൊരാള് പെര ജപ്തിയായ നേരത്ത് അതൊന്ന് വിൽക്കാൻ സഹായിച്ചു നോക്കുമ്പോൾ ആൾക്കാർ ഓൻ്റെ പിന്നാലാണ് കൂടിയിട്ട് ഒരു നിക്കപ്പുറത്തി ഇല്ലാതായ ചങ്ങായിക്ക്. അതൊന്നുമല്ല, ഈ കുഞ്ഞാനത്തിന് മുമ്പ് ഇങ്ങനെ തട്ടിപ്പ് നടത്തിയിട്ട് ആരും നമുക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പൊ അതാ കുഞ്ഞാനൊരു പാവപ്പെട്ട മനുഷ്യനെ സഹായിച്ചു നോക്കുമ്പോൾ എല്ലാവരും കൂടി ഓൻ്റെ പിന്നാലെ. അപ്പൊ ഓനെ കണ്ണുമോറ് നോക്കാൻ നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നോ പിന്നെയും പറയുന്നുണ്ട്. സാധു മനുഷ്യൻ. കേരളം മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു നറുക്കെടുപ്പാണ്. എന്താ വിശേഷം? നല്ല പരമ സുഖമാണ്. ഏർമെന്നൊക്കെ വിട്ടാണ്ട് ഇപ്പൊ റോക്കറ്റുമൊക്കെ എത്തിക്കണം. ആദ്യം നമ്മളിനി എന്ത് കാട്ടിയാലും ശരി തൊള്ളൊക്കെ ഒരു കുറവുണ്ടാവില്ല. ഇതിപ്പോ റോക്കറ്റാണ്. ജീവിതത്തിലൊരു സന്ദർഭം ആദ്യമായിട്ടാണ് തോന്നുന്നില്ല. നമ്മളെ എട്ട് കൊല്ലത്തിന് ഇടക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഫസ്റ്റ് ആണ് കിട്ടുന്നത്. അതെ, 8ന്റെ പണി കിട്ടുന്നത് ഫസ്റ്റ് ആണ്. പക്ഷെ തരികിട കാട്ടുന്നത് ഇത് രണ്ടാമത്താണ്. അത് നല്ല ഒരു 1.5 കിട്ടലാണ് കിട്ടിയത്. പക്ഷെ പേടിച്ചാലൊന്നുമില്ല, നമ്മൾ തെറ്റ് ചെയ്യാത്ത പക്ഷം നമുക്ക് ആരും പേടിച്ചേണ്ട ആവശ്യമില്ല. ഏത് വൈക്ക് വേണമെങ്കിലും നീങ്ങാൻ നമ്മൾ റെഡിയാണ്. ഒരു തെറ്റും നമ്മൾ ഇന്നേ വരെ ചെയ്തിട്ടില്ല ആ കാര്യം. അതെ, കുഞ്ഞാപ്പ് എന്ത് തെറ്റാ ചെയ്ത്? ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. കുഞ്ഞാനവിടെ പോയി നറുക്കെടുത്തു. ആ നറുക്ക് ഒട്ടിച്ച നറുക്കായതുകൊണ്ടേ അത് തപ്പിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. കുറച്ച് പേപ്പറൊക്കെ ഒട്ടിച്ച് വെച്ച് അതിൻ്റെ ഉള്ളിൽ തിരികെ വെച്ച സാധനമാകുമ്പോൾ ബുദ്ധിമുട്ടുമല്ലോ. കുഞ്ഞാനെ പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ അത് മുകളിൽ വെച്ചു കൊടുക്കേണ്ടിയിരുന്നു. അപ്പൊ ഓന് ഒട്ടിച്ചു കൊടുത്താലും പ്രശ്നമാണ്, അല്ലാതെ കുഞ്ഞാനും ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതിന് നറുക്കുണ്ടല്ലോ, അത് ഞാൻ എടുത്തു, അത് എടുക്കാൻ പാടില്ലായിരുന്നു. അത് ശരിയാ കുഞ്ഞാനെ. ഈ ജാതി തട്ടിപ്പ് നടത്താന് ഒരു നറുക്കെടുത്ത് കൊടുക്കാന്ന് പറഞ്ഞാല് അത് ചെയ്ത് വളരെയധികം തെറ്റാണ്. പക്ഷെ അതിന്റെ ഇടയിൽ ചെയ്തല്ലോ, മുങ്ങി തപ്പി എടുക്കലുണ്ടല്ലോ, അത് അതിലാറെ വലിയ ചാറ്റത്തര. ഫസ്റ്റ് വർക്ക് നിങ്ങൾ എടുക്കാന്ന് പറഞ്ഞിട്ട് ആ ഒരു ലെവലിലാണ് ഞാൻ എടുത്തത്. പക്ഷെ അതില് ഇനി മേലെന്ന് എടുത്ത് കഴിഞ്ഞാൽ എന്താക്കാരും പ്രശ്നം ഉണ്ടാക്കുക, അത് സെറ്റപ്പാണ് അറിയാം. അപ്പൊ അടിയിൽ തോന്നിയാണ്ട് ഞാൻ ഇങ്ങനെ ഒരു 2 സെക്കൻഡ് ആൾക്കാർ പറയുന്നത് 2 സെക്കൻഡ് അവിടെ നിന്ന് പറഞ്ഞു. അതൊക്കെ ആൾക്കാർ എന്നോടുള്ള ഈറോണ്ട് പറയാണ് കുഞ്ഞാനെ. ഇജ്ജൊരു സെക്കൻഡ് കൂടി നിന്നിട്ടില്ല, അനക്കെന്നെ അറിയില്ല അത്. ഇജ്ജൊന്നാ വീഡിയോ എടുത്ത് നോക്കാം, ഒരു സെക്കൻഡ് തയ്ച്ചു നിന്നിട്ടില്ല. പിന്നെ ഇജ്ജ് എന്തിനാണ് സമ്മതിച്ചു കൊടുക്കണേ? പൊന്നാര കുഞ്ഞാനെ, ഇജ്ജ് ഇതിനൊക്കെ സമ്മതിച്ചു കൊടുക്കാൻ നിൽക്കില്ല കേട്ടോ ആൾക്കാരുടെ ഇടയിൽ. എന്താണ് പിന്നെ ഞാൻ ഈ നറുക്കെടുപ്പിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് നമുക്ക് അറിയണതാണ്. നമ്മൾ പറയും ചെയ്യും, ജനങ്ങളെ മുമ്പ് തന്നെ പറയും. ഇന്നേ വരെ ഒരുപാട് ട്രോളുകൾ വന്നിരുന്നു, പക്ഷെ കള്ളെന്നുള്ള പേര് മാത്രം വന്നിട്ടുണ്ട്. അതെ, ഇത്ര കാലം യൂട്യൂബിൽ പണിയെടുത്തിട്ടും കള്ളെന്നുള്ള പേര് കുഞ്ഞാന് വന്നിട്ടില്ല. അത് വരുത്താനുള്ള എല്ലാ പണിയും കുഞ്ഞാൻ പലപ്പോഴും എടുത്തു നോക്കി, ഇതുവരെ ആൾക്കാരെ വിളിച്ചില്ല. ഇപ്പോഴെങ്കിലും ഒന്ന് വിളിച്ചല്ലോ എന്നുള്ളൊരു സമാധാനം ഇപ്പൊ കുഞ്ഞാനുള്ളത്. ഇവിടെ നമ്മളെ കേരളത്തിൽ നടക്കൂല. നമ്മൾ ചെയ്തത് കർണാടക ഒരു സ്ഥലത്താണ്. അവിടെ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മളിത് ചെയ്തത്. ഇവിടെ നിന്നല്ല നമ്മൾ ചെയ്തത്. അപ്പൊ ഇപ്പൊ ഈ കേസ് വന്നാലും കേസില്ല അവിടെ അല്ലേ? കേസ് ഉണ്ടാവും. കേസ് അവിടെ ആരെങ്കിലും നീ പിന്നെ ഇതാക്കിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടോളിങ്ങള്. ഇങ്ങനെ ഒരു പച്ച മനുഷ്യനെടുത്തിട്ട് ആൾക്കാർ ഇങ്ങനെ ട്രോളാ കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ അറിയോ, ഇങ്ങനൊക്കെ നിയമവിരുദ്ധാണെന്ന് അറിഞ്ഞിട്ടും കേസ് ഉണ്ടാവും എന്നറിഞ്ഞിട്ടും ഇവൻ ഇത് എന്ത് ചെയ്ത് ആ ആളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരാള് വീട് ജപ്തിയായി നിൽക്കുമ്പോൾ കടം കൊണ്ട് കുടുങ്ങി ആകെ തൂഫാനായി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് കുഞ്ഞാനെ അയാളെ ഹെൽപ്പ് ചെയ്താണ്. എന്തിനു വേണ്ടിയിട്ട്? അയാളെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. എന്ത് വന്നാലും ശരി എന്നുള്ള ആൾക്ക് കുഞ്ഞാൻ അയാളെ ഹെൽപ്പ് ചെയ്തു. ഇപ്പൊ കുഞ്ഞാനാണ് മാനം കെട്ടും ചെയ്തു. അതാണ് ഇപ്പൊ കുഞ്ഞാൻ പറയുന്ന വർത്താനത്തിന് തോന്നുക. പക്ഷെ കുഞ്ഞാൻ പൈസ വാങ്ങി ചെയ്താണ്, അത് വേറൊരു വിഷയം. ഈ വഞ്ചനൊക്കെ നടത്തിയിട്ട് കുഞ്ഞാൻ പറയണത് കുഞ്ഞാത്തിന്റെ മുമ്പ് ഇങ്ങനെ പരിപാടി നടത്തിയിട്ടില്ല എന്നാ. നിങ്ങൾ കണ്ടോളി സുഹൃത്തുക്കൾ. 2 വാക്ക് പെട്ടെന്ന് പോകും. ഞാൻ 2 വീഡിയോ പെട്ടെന്ന് കാണിച്ചതാ. ഒന്നുതാ പാണ്ടിക്കാട് കുഞ്ഞോനാണ്, പാണ്ടിക്കാട് കുഞ്ഞോന്. രണ്ടാമത്തെ വീഡിയോ ഇതാ, ഇതും അവനാണ്, പാണ്ടിക്കാട് കുഞ്ഞോന്റെ. അപ്പൊ ഞാൻ ഈ ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോ തന്നെ ഇതേപോലെ 3000 റുപ്യ വെച്ചിട്ട് എത്ര കേട്ടല്ലോ. 2 വർഷം മുമ്പ് കുഞ്ഞാന് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയിരുന്നു. അത് 3000 രൂപ വെച്ചിട്ടാണ് ഒരു കൂപ്പന്റെ വില. അങ്ങനെ പല ആളുകളായിരുന്നു പണപ്പിരിവ് നടത്തുകയും ലാസ്റ്റ് കുഞ്ഞാൻ വീണ്ടും ഒരു വീഡിയോ ഇറക്കി, ഇങ്ങനെ ഒരു പരിപാടി കേരളത്തിൽ ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് നറുക്കെടുക്കണില്ല എന്നും പറഞ്ഞിട്ട്. എന്നിട്ട് നറുക്കെടുത്തോയില്ല, പരിപാടി ആയിട്ട് നടന്നുമില്ല. അപ്പോൾ ആ കുഞ്ഞാന് വീണ്ടും അടുത്തായിട്ട് വന്നു. എന്ത്? വീട് വിൽപ്പനക്ക് വെച്ചു. അത് പാവപ്പെട്ടവൻ്റെതാണ്. ആളുകളൊക്കെ വിളിച്ചു കൂട്ടി വലിയ സംഭവമാക്കി. എന്നിട്ട് അതൊന്നും തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ 1 കോടി രൂപയോളം
ഈ ലാസ്റ്റത്തെ നറുക്കെടുപ്പിൽ പിരിച്ചെടുത്തു എന്നാണ് കണക്ക് പറയണത്. അപ്പോൾ അതിൽ നിന്നും കുഞ്ഞാൻ എത്ര വാങ്ങി എന്നുള്ളതാണ് നാട്ടുകാർക്ക് അറിയേണ്ടത്. 3000 ആളുകളാ അങ്ങാണ്ട് ഒരു നറുക്കെടുപ്പ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്കത് കണ്ടപ്പോ തന്നെ ഉടായ്പാന്ന് തോന്നിയപ്പോ ഞാൻ നേരെ നമ്മളെ CAG ഗ്രൂപ്പിലെ ഫൈസലിന് വോയിസ് വിട്ടു. അപ്പൊ ഫൈസല് പാവം പറഞ്ഞു ഞാൻ അവന്റെ വീഡിയോ ഒന്നും കാണലില്ല എന്ന് പറഞ്ഞു. എങ്ങനെ അവന്റെ വീഡിയോ കാണാം? റമദാൻ മാസം സ്റ്റാമിന സേവറിന്റെ കച്ചവടം തുടങ്ങിയാണ്ട് അതിന്റെ പരസ്യം ചെയ്ത് നടന്ന മനുഷ്യനാണ് അവന്. അങ്ങനെ ഫൈസല് പാവം സെർച്ച് ചെയ്ത് നോക്കിയ പാടന്ന് എന്നോട് പറഞ്ഞു മുജീബ് ഉടായ്പാണത്, ഇതിന് ഒരു വീഡിയോ ഇറക്കണം, പെട്ടെന്ന് പാവപ്പെട്ട പ്രവാസികളൊക്കെ ഇതിൽ പെട്ടുപോകും എന്നിട്ട് ഫൈസലിന് ടെൻഷനായിട്ട്, ഫൈസലിന് ഒരു വശമായിട്ട് ഫൈസൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പോലീസിന് പറഞ്ഞത് നിയമവിരുദ്ധാന്ന് പറഞ്ഞു. പിന്നെ വീഡിയോ ഇറക്കാൻ പറ്റിയില്ല, മനസ്സിലായോ? അങ്ങനെ ഫൈസല് കുറെ ബുദ്ധിമുട്ടി പാവും ഇതിന് സത്യസന്ധത അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ പറയാനുള്ളത്, ഈ പാണ്ടിക്കാട് കുഞ്ഞോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉഡായിപ്പില് മാത്രം ജീവിക്കുള്ളൂ എന്ന് കച്ചകെട്ടി ഇറങ്ങിയ ആളാണ്. കേട്ടല്ലോ, കേരളം മൊത്തത്തിൽ ഈ അഭിപ്രായമുള്ളത്. എന്നിട്ടും കുഞ്ഞാൻ അങ്ങനെ പരസ്യം ചെയ്തിട്ട് അതിലൊക്കെ കൊണ്ടുപോയി 1000 റുപ്യ കൊടുത്ത മനുഷ്യന്മാരിവിടെ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഖേദം. എന്നിട്ട് ഈ രണ്ടാമത്തെ വീഡിയോയിൽ ഈ പാണ്ടിക്കാട് കുഞ്ഞോ ഇരുന്ന് പറയാണ് ഞാൻ ആദ്യത്തെ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടില്ലെന്ന്. എടാ പാണ്ടിക്കാട് പോത്തെ, നീ ആദ്യത്തെ വീഡിയോ ആദ്യം ഡിലീറ്റ് ചെയ്യണ്ടേ? വേണ്ട കാക്കങ്ങള്, കുഞ്ഞാന് ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് നറുക്കെടുത്താണ്. എന്നിട്ട് അതിനാണ് നിങ്ങൾ ഈ പറയണത്. നമുക്കിത് കേട്ടു നിൽക്കാൻ കഴിയില്ല കേട്ടോ. എന്നിട്ട് എല്ലാവരും ശക്തമായിട്ട് ഷെയർ ചെയ്തവരും അത് ഡിലീറ്റ് ചെയ്യുന്നു പറയണ്ടേ? അത് ഈ പാണ്ടിക്കാട് കുഞ്ഞോ രണ്ടാമത്തെ വീഡിയോയിൽ പറയണില്ല. ഉടായിപ്പാണ് ഇതൊക്കെ. ഇവന്റെ ക്രിമിനൽ ബുദ്ധിയിൽ മനഃപൂർവ്വം കളിച്ച് ഗെയിമാണിത്. മനഃപൂർവ്വം പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി കളിച്ച ഗെയിമാണിത്. 2.5 ലക്ഷം റുപ്യ എങ്ങാണ്ട് വന്നിക്കിടത്തരെ. ഇനി നാളെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റൂല, ഈ ഞായറാഴ്ച ആണെങ്കിൽ മറ്റന്നേ പറ്റുള്ളൂ. അപ്പൊ അതിലിടക്ക് എത്ര ലക്ഷം വന്ന് വീഴും? ഇതിനൊക്കെ ഉത്തരവാദി പാണ്ടിക്കാട് കുഞ്ഞോനാണ്. പാണ്ടിക്കാട് കുഞ്ഞോ കൊടുക്കണം ഈ പാവപ്പെട്ടവരെ പൈസ. പാവപ്പെട്ട പ്രവാസികൾ വീടും കാര്യമൊന്നും ഇല്ലാതെ നിൽക്കുകയാണ്. അപ്പൊ ഇതില് ഏരാവുന്ന നന്നായിട്ട് അറിയാം. വീടുകളൊന്നും ഇല്ലാതെ ഒരുപാട് പ്രവാസികളുണ്ട്. അപ്പൊ ഒരു 3000 പാലും ഒരു വീട് കിട്ടുമല്ലോ എന്നുള്ള ആഗ്രഹത്തിൽ ഇതിന് ഫണ്ട് വരും എന്ന് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് നല്ല ഇത് നിയമവിരുദ്ധമെന്ന് അറിഞ്ഞിട്ട് കളിച്ച ഗെയിമാണ്. പാണ്ടിക്കാട് കുഞ്ഞോനിക്ക് ആരും പഠിപ്പിക്കണ്ട. വൃത്തികെട്ട ബുദ്ധി കംപ്ലീറ്റ് തലനുള്ളിലുള്ള തൊള്ള കുരുത്തക്കെട്ടം പാണ്ടിക്കാട് കുഞ്ഞോനാണ്. ഇവന് ജീവിതകാലത്ത് ഇവനൊന്നും ഈ പാണ്ടിക്കാട് ഈ കുഞ്ഞോനൊന്നും അധ്വാനിച്ച് തിന്നൂല. എന്നിട്ട് പഴയ വീഡിയോ ഡിലേറ്റ് ആക്കാതെ ശക്തമായിട്ട് അത് ഡിലേറ്റ് ആക്കണം. നിങ്ങളത് ഷെയർ ചെയ്തവര് ഡിലേറ്റ് ആക്കണം. എനിക്ക് പൈസ ആക്കരുതെന്നൊന്നും ശക്തമായിട്ട് പറയാതെ ഇപ്പൊ രണ്ടാമതിട്ട വീഡിയോ ഷെയർ ചെയ്യും. അപ്പൊ കേട്ടല്ലോ, സമാനമായ തട്ടിപ്പ് കുഞ്ഞാൻ ഇതിന്റെ മുമ്പും നടത്തിയിട്ടുണ്ട് എന്നർത്ഥം. ഇയാള് അതിരൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട്. എന്നാലും കേരളത്തിലുള്ള ജനത മനസ്സിലാക്കൂല. ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ ശ്രമിക്കുക. എന്നാലേ ഇനിയുള്ള ആളുകളെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്കിടയിലേക്ക് വരാതിരിക്കൂ എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.